വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ. അപ്പൊ എല്ലാവരും കണ്ടു, ഒരുപാട് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടു, നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും സാരമില്ല, പോസിറ്റീവ് ഇടുന്നവരും നെഗറ്റീവ് ഇടുന്നൊക്കെ അത് അവരുടെ ഇഷ്ടമാണ്. ഓക്കെ, അനുമോടെ അടുത്തൊരു വിഷയം വന്നിരിക്കുകയാണ്. ഒരുത്തനെ വിളിച്ച് പുള്ളി അങ്ങനെ നൈസായിട്ട് അങ്ങ് തെറി വിളിച്ച് നന്നായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഒരു നല്ലൊരു ദിവസമായിട്ട് വന്നിട്ട് ഇമ്മാതിരി അപരാധങ്ങൾ എഴുതി വെക്കുന്നവന്മാരെ പിന്നെ എന്തോ പറയണം. ഓക്കെ, പിന്നെ ഒരെണ്ണം പറയുന്നുണ്ട്, ഇപ്പോൾ പുതിയ വ്ളോഗ് വന്നിട്ടുണ്ട്, അവൾക്ക് ഭയങ്കര എന്താ പറയുക ജാടയാണ്, ഓവറായിട്ട് അവൾ സംസാരിക്കുന്നുള്ള രീതിയിലൊക്കെ തന്നെ. എടാ നീയൊക്കെ കൂടി ഈ അടുത്ത സമയത്തിലുള്ള ബിഗ് ബോസ് കണ്ടത്, പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്ന് അതിനകത്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പുള്ളി ഇങ്ങനെയാണ്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും, അത് പുള്ളിയുടെ രീതിയാണ്. സ്റ്റാർ മാജിക് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പുള്ളിയുടെ രീതിയാണ്, പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പുള്ളി ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് തന്നെ എനിക്കും തോന്നിയുള്ളൂ. അത് ഇത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ചെക്കൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാവം പിടിച്ചവൻ, അവൻ ആരോടും അങ്ങനെ മിണ്ടാറില്ല, സൈലന്റ് ആണ്. പിന്നെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, വേറൊരു നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോൾ ആ ഒരു റെസ്പെക്റ്റ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ കിടന്ന് ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എൻ്റെ വൈഫ് ഇപ്പോൾ തമിഴ്നാട്ടുകാരിയാണെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കത്തുള്ളൂ. പിന്നെ ലാംഗ്വേജ് ഇഷ്യൂ, അത് കാരണം അത് വന്ന് എന്താ ഇതൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിവിടുത്തെ കോടതി മൊത്തം കുറേ എണ്ണമുണ്ട്, കുറേ സദാചാരക്കാർ. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും സബ് ചെയ്തേക്കുക, ഒന്ന് ലൈക്ക് അടിക്കുക, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തേക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത് 1:30. എനിക്ക് നാളെയാണ് ഇനി ചില സ്ഥലത്തൊക്കെ പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴേ എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് വെച്ചേക്കാം. ഇത് വരുമ്പോൾ എപ്പോഴാണെന്നൊന്നും എനിക്ക് പറയാനൊന്നും പറ്റത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബാക്കി കൂടെ വെച്ചേരാം. ഞാൻ ഓവറായിട്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗം കണ്ടിട്ടോ. എന്ത് ടേസ്റ്റ് ഉമ്മ? അത് ഇത് ഈ സീനൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ പുള്ളി ഇങ്ങനെയാണ്. ഞാൻ ആദ്യമൊക്കെ വിമർശിച്ചിട്ടുള്ള എൻ്റെ BBയിലെ റിവ്യൂ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, രാത്രി അതുൽ വ്ളോഗ്സ് ഫോൺ വിളിച്ച് അതിൽ കുറേ കാര്യങ്ങൾ, എടാ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് എന്താണ് നിങ്ങൾ അത് കണ്ടു കാണും. ആ സമയത്ത് ഞാൻ പറയും ഇങ്ങനെ ഇത് അവൾ ഓവർ കാണിച്ച്, അങ്ങനെ കാണിച്ച്, മറ്റേ കാണിച്ച്, എൻ്റെ പൊന്നോ. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ സ്ഥിരം പരിപാടി. ഒരു 1-2 ആഴ്ചയില ഇത് പറയലായിരുന്നു നേരവും കാര്യങ്ങളൊക്കെ. പിന്നെ പുള്ളിയുടെ ക്യാരക്ടർ അതാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമ്മളായിരിക്കണം ഒതുങ്ങി കൊടുക്കേണ്ടത്. അതങ്ങനെയാണ് പുള്ളിയുടെ ഇത്. പുള്ളി അതെല്ലാം എന്തുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കും. ഓക്കെ, ഇതാണ് ഓവറായെന്ന് പറഞ്ഞത്. പിന്നെ കുറെ ആൾക്കാർ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട് കേട്ടോ, ഓവർ സ്മാർട്ട് ആയോ എന്നൊരു സംശയം ഇല്ലാതില്ല എന്നുള്ള രീതിയിലാണ്. ഈ പെണ്ണുങ്ങൾ തന്നെയാണ് കേട്ടോ, ഈ പെണ്ണുങ്ങൾക്ക് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ. അനു ഓവർ സ്മാർട്ട് ആണോന്ന് നിങ്ങൾ പ്രേക്ഷകർ പറയട്ടെ. ഓക്കെ, അനു സംസാരം ഇത്തിരി കൂടുതലാണ്. പണ്ടും കൂടുതൽ തന്നെയാടേ, പണ്ടും കൂടുതലൊക്കെ തന്നെയാണ്. അതിന് എനിക്കൊരു മാറ്റമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇത്ര ഇതായിട്ട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കും തോന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ജീവിക്കാൻ പഠിച്ചതാണ്. എന്തോ ആയിക്കോട്ടെ, ജീവിക്കാൻ പഠിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, കല്യാണത്തിൻ്റെ ആണെങ്കിൽ പോലും അപ്പോൾ വീഡിയോസും കാര്യങ്ങളും എല്ലാം അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനൊരാളെ എന്തായാലും നിർത്തി കാണും, അത് വേറെ കാര്യങ്ങൾ. എല്ലാം കറക്റ്റായിട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്തിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജീവിക്കാൻ പഠിച്ചതാണ്. ഇപ്പം ഞാൻ അനുവിനെ കുറിച്ച് വീഡിയോസ് ഇടുമ്പോൾ അത്യാവശ്യം വ്യൂ കിട്ടുന്നുണ്ട്. അപ്പം അനുവിൻ്റെ ചാനലിൽ തന്നെ ഇടുമ്പോൾ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിക്കുക. അല്ലെ, ഞാനൊരു കാര്യം പറയാം, ജീവിതത്തിൽ ഇൻസൾട്ട് ആയിട്ടുണ്ടോ, നാണം കെട്ടിട്ടുണ്ടോ ഒരു സ്ഥലത്ത്? ഓക്കെ, ഞാനിപ്പം അത്യാവശ്യം നല്ല ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, നല്ലൊരു. പക്ഷെ ചില സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ഫണ്ട് എടുക്കാൻ കാണത്തില്ല. ഓക്കെ, സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്, റിച്ചാണ്. ചില സമയത്ത് വീട്ടുകാരോട് ചോദിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. 10 രൂപയ്ക്ക് ബുദ്ധിമുട്ടിയ സമയമുണ്ട്. ബാങ്കിൽ ഇത്ര രൂപ കിടപ്പുണ്ടെന്ന് വെച്ചോ, പക്ഷെ കയ്യിലില്ല. ഒരു വഴിക്ക് പോയി പെട്ട് കിടക്കുന്ന സമയം, ATM വർക്ക് ചെയ്യുന്നില്ല, അത് ഇത് ആ ഒരു അവസ്ഥ. 10 രൂപയ്ക്ക് ബുദ്ധിമുട്ടിയ സമയങ്ങളുണ്ട്. അത് എല്ലാവരുടെ ലൈഫിൽ അത് വരും, അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. എവിടെ ആണെങ്കിലും നമുക്കൊരു വാല്യൂ ഉണ്ടെങ്കിൽ, നമ്മുടെ 10 പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വാല്യൂ കിട്ടത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലായോ? എവിടെ ആണെങ്കിലും പോലും അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ കല്യാണ സമയത്താണെങ്കിൽ പോലും എത്ര 3-4-5 വീഡിയോസൊക്കെ ഇടുക, ചില അതിന് കുറേ കമൻറ്റൊക്കെ വരുന്നുണ്ട്. അവൾ ജീവിക്കാൻ പഠിച്ചുകൊണ്ട് അവൾ ആ വീഡിയോ ഇടുന്നത്, അതേ നമ്മൾ ഗെയിനിങ്സും കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പെണ്ണ് ഒറ്റയ്ക്ക് അതെല്ലാം ചെയ്യുന്നത്. ആ കല്യാണത്തിൻ്റെ ആണെങ്കിലും ഇതേന്ന് തന്നെ എല്ലാം ടാലിയായിപ്പോവും. അത് സത്യം പറയാനല്ലോ, ഇതൊക്കെ നമ്മൾ കൈയടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അനുമോളുടെ ഒരു കാര്യം പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ഞാൻ നെഗറ്റീവ് പറയുന്ന സമയത്താണെങ്കിലും പോസിറ്റീവ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ആദ്യമായിട്ട് അനുമോളെ കാണുന്ന സ്റ്റാർ മാജിക്കില്ല, അതിന് പറയുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, എനിക്ക് കിട്ടുന്ന പൈസയ്ക്ക് മൊത്തം ഞാൻ സ്വർണം മേടിച്ചു വെക്കും. സ്വർണം അതൊരു നല്ലൊരു കാര്യമല്ലേ? നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ സേവ് ചെയ്യുന്ന സ്വർണം മേടിച്ചു. സ്വർണത്തിന് ഓരോ ദിവസം വില കൂടിക്കൊണ്ടിരിക്കുക.
ഇതൊക്കെ പുള്ളിക്കാരി, ഞാനിതൊക്കെ നോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, കുറേയൊക്കെ നെഗറ്റീവ്സും ഉണ്ട്. അത് വേറെ കാര്യങ്ങളൊക്കെ, ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഓക്കെ, ഞാൻ എന്നിട്ട് ബാക്കിയും കൂടെ വായിച്ചു തരാം, അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക. എന്താണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കുന്നുണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഓവറായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ പയ്യൻ നല്ല അടക്കവും ഒതുക്കവും ഒക്കെയാണ്, ഓവറാണ്, ആ ചെറുക്കൻ്റെ സംസാരിക്കാൻ ഇടുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട്. ഓക്കെ, അനുമോള് തന്നെ ഒരു കാര്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അതൊന്ന് വായിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഈ വ്ളോഗ് താഴെ വന്ന ചില കമൻറ്റുകൾ കണ്ടു. അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഇത്രയും നാൾ എൻ്റെ വ്ളോഗുകളിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സംസാരിക്കുന്ന രീതിയും എനർജിയും നിങ്ങൾക്ക് പരിചിതമായിരുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വ്യക്തി കൂടി വന്നിരിക്കുന്നു. സ്വാഭാവികമായും അതിൻ്റെ സന്തോഷവും ആവേശവും എൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും കാണും. അത് സത്യമാണ്, സംസാരത്തിലും പെരുമാറ്റത്തിലും കാണുകയൊക്കെ ചെയ്യും. അത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് പഴയ അനുഭവമായിട്ട് തന്നെ തോന്നുകയൊക്കെ ചെയ്തത്. കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയമാണിത്. സന്തോഷം കുറച്ച് കൂടുതലായിരിക്കും, സംസാരവും കുറച്ച് കൂടുതലായിരിക്കും. അതിനെ ഓവർ എന്ന് കാണാതെ ആ നിമിഷത്തെ സന്തോഷമായി കാണാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അതിനെ ആ ഒരു ഇതായിട്ട് കാണുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ലൈഫ് ഒന്നേ ഉള്ളൂ, അത് കുറച്ചും കൂടെ ഇതായിട്ട് നോക്കുക. ഓക്കെ, എൻ്റെ ഭർത്താവ് മലയാളിയല്ല, തമിഴ്നാട്ടുകാരനാണ്. പുതിയൊരു ഭാഷയും പുതിയൊരു പ്രേക്ഷക സമൂഹവും നേരിടുമ്പോൾ ആർക്കും കുറച്ച് ഷൈ ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് മിണ്ടാതെയോ സംയുക്തത്തോടെയോ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാത്രമാണ്, മറ്റൊന്നുമല്ല. ഞാൻ ഇന്നും പഴയ അനുമോള് തന്നെയാണ്. അതങ്ങനെ തന്നെയാണ്, എന്തുണ്ടെങ്കിലും പറയുകയും ചെയ്യും. വളവളാന്നാണെങ്കിലും പുള്ളി സംസാരിക്കുമ്പോൾ അത് പുള്ളിയുടെ ക്യാരക്ടറാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ. ഞാനൊരു കാര്യം പറയാം, ചില കാര്യങ്ങൾ ഞാനെല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഇതുണ്ടായിരുന്നു. പിന്നെ അത് പോസിറ്റീവായിട്ടും എന്നാൽ ഇങ്ങനൊന്ന് ചിന്തിച്ചുകൂടെ എന്നും പറഞ്ഞുള്ള രീതിയിലാണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഇന്ന് രാവിലെ തന്നെ ഞാനൊരു കാര്യം എൻ്റെ ഫ്രണ്ടിനോട് ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞു. ഇനി അതുകൊണ്ടാണോ ആ വ്യക്തി എന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തത്, അതുകൊണ്ടാണോ ആ വ്യക്തി ഇങ്ങനെ, അപ്പോൾ അവൾ എന്നെ വഴക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു. ഓക്കെ, അന്ന് ചിലപ്പോൾ എൻ്റെ ചിന്താഗതി കൊണ്ടായിരിക്കും. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ. സത്യം പറയട്ടെ, ചിലപ്പോൾ ഒരു നല്ല വിഷയം നമ്മൾ മോശമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മോശമായിട്ടേ തോന്നും. അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ചെയ്യുന്നെങ്കിൽ അയാളെ നമ്മൾ മോശമായിട്ട് കാണത്തുള്ളൂ. അത് അങ്ങനെയാണ്. ചിലപ്പോൾ ആ വ്യക്തി നല്ലതാണ് ചെയ്യുന്നെങ്കിലും, ഇനിയുള്ള കാര്യങ്ങൾ നല്ലതാണ് ചെയ്യുന്നെങ്കിൽ പോലും നമ്മൾ അതും നെഗറ്റീവായിട്ടേ കാണത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്ന് ഞാൻ പറയുന്നു. അയ്യോ ഈശ്വര, ഇനി എവിടെ വായിച്ചതെന്ന് അറിയുന്നില്ലല്ലോ. ഇനിയോ ജീവിതത്തിൽ ഓരോ സന്തോഷകരമായ ഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത് ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നതിലുപരി മറ്റൊന്നുമില്ല. സ്നേഹത്തോടെ കൂടെ ഉണ്ടാകുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇതാണ് അനുമോളുടെ പോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ വെക്കുകയൊക്കെ ചെയ്യാം. വായിക്കാൻ നേരത്ത് കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ പണി പാഴമ്പളത്തിൽ കിട്ടും. പണ്ട് ദിയാകൃഷ്ണയുടെയോ ഹാനയുടെ ഏതാണ്ട് ഒരു സംഭവം ഞാൻ വായിച്ചതാണ്. എൻ്റെ പൊന്നോ, ആ വീഡിയോ പെട്ടെന്ന് എടുക്കേണ്ട കൊണ്ട് ഞാൻ അടിച്ച് പോവുകയും ചെയ്ത് കുറേ ആൾക്കാർ എന്നെ പറയാനൊന്നുമില്ല, അല്ലെങ്കിൽ നീ വ്യക്തമായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ജിമ്മിലെ ദൈവനെ പോലെ ഉണ്ടല്ലോ, പുള്ളിയുടെ സംസാരം ഇതുപോലെയൊക്കെയാണ്. നമ്മളിപ്പോ ഉള്ളത് ട്രിവാൻഡ്രത്താണ്. അപ്പൊ പോവാൻ അവിടുന്ന് ട്രിവാൻഡ്രം ഇപ്പൊ വന്നിട്ട് എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ജൂണിലാണ് ഇവിടെ വരുന്നത്. നമ്മള് ജൂണിൽ വന്നു. ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇടയ്ക്കൊക്കെ അവിടെ വരാറുണ്ട്. അപ്പൊ ഇത് കാണുന്ന ചില ആൾക്കാർക്ക് ഒരു വട്ടം ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് ഗൈസ്. വീട്ടിൽ പോവാ, സംസാരിക്കാൻ വേണ്ടുക, ഇതൊക്കെ നോർമലാണ് ഇപ്പം. അതിനെയൊക്കെ അയ്യോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണാ ചെറുക്കൻ്റെ വീട്ടിൽ പോയി കണ്ടോ, അയ്യോ അതൊക്കെ മോശമല്ലേ, അതൊക്കെ തെറ്റല്ലേ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര സ്ത്രീകൾ, എത്ര പുരുഷന്മാരൊക്കെ വിഷം കൊടുത്തു കൊന്ന്. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് പോകണം. ഞാൻ എല്ലാ സ്ത്രീകളെയല്ല പറയുന്നത്, ജോലിയെ പോലുള്ളവന്മാരെയൊക്കെ ഒന്ന് ആലോചിച്ച് പോയതാണ്. ഞാൻ ഓരോ കാര്യങ്ങൾ പറയാം. ഞാനൊരു കാര്യം പറയാം, ഈ കുറേ തത്വമുണ്ട്, അടുത്തൊക്കെ ദൂരെ കളയാം. ആത്മാർത്ഥത എവിടെ ഉണ്ടോ അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. എവിടെ ആത്മാർത്ഥയോ നല്ലോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ കല്യാണത്തിന് മുമ്പ് അവിടെ പോയി ഇവിടെ പോയി മറ്റേത് പോയി മറിച്ചു പോയി നമ്മുടെ സദാചാര അമ്മ എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് എല്ലാവരും വലിയ എന്താ പറയണ്ടേ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ അടിക്കുകയൊക്കെ ചെയ്യും. മറ്റുള്ളവർ ഉപദേശിക്കാൻ നേരത്താണെങ്കിലോ അയ്യോ അത് തെറ്റാണ്, അതിങ്ങനെയാണ്. പിന്നെ അനുമോളുടെ ഭാഗത്തും കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബിഗ് ബോസിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ മറന്നിട്ടില്ല. ഓക്കെ, അത് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറയണ്ടേ, ഇപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ പോസിറ്റീവ് മാത്രം നമുക്ക് ചിന്തിച്ച് കാര്യങ്ങൾ പോട്ടെ.
എന്തായാലും മറന്നിട്ടില്ല. ഒരു കുട്ടെന്തായാലും കൊടുത്തില്ലെങ്കിൽ മോശമാണ്. അത് മെയിനായിട്ട് ഈ ആര്യൻ ജിസയിൽ ആ ഒരു വിഷയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തെന്നുള്ളത്, തമാശയായിട്ട് മാത്രം. ഓക്കെ ഇവിടുത്തെ മുക്കുമൂലയൊക്കെ നന്നായിട്ട് ഓക്കെ എല്ലാം എനിക്ക് നന്നായിട്ട് ഞാൻ ഇവിടെ കുക്കിയൊക്കെ ചെയ്യും. പുള്ളിക്കാരന് ഞാൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ ഞാനല്ലേ പുള്ളി ഗ്യാസ് ഉണ്ടായിരുന്നു, അതുവരെ ഞാൻ ഇങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. ആ ഗ്യാസ് ഇച്ചിരി ഒരു പിരിവെട്ടി അനുമോളെ കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ട്. ഇത് തന്നെയാണ് ബിബിയിൽ ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്തും ക്ലോസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്തും പുള്ളിക്കാരി ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ അത് ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇതിപ്പം എന്താ പറയാ, കുറെ എണ്ണം വന്നിട്ടിരുന്നിട്ട് ഇടുന്ന കമന്റുകൾ അത് പുള്ളി അവിടുത്തെ കുക്ക് ചെയ്യുമ്പോ ചെന്നൈയിലെ ഈ നമ്മുടെ തമിഴ്നാട് കറി പൗഡർ ഒക്കെ ഭയങ്കര ഇത് ഏത് ക്യാമറ നോക്കണം രണ്ട് വെച്ചിട്ടില്ലല്ലോ. അവിടുത്തെ കറി പൗഡർ എന്ന് പറയുമ്പോൾ വേറൊരു മസാല കൂട്ടാണ്. അത് കഴിക്കുമ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ഞാനിപ്പോ എങ്ങനെയാണ് പിന്നെ എന്തോ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ വന്ന് ഫുഡ് ഞാൻ ഉണ്ടായി കൊടുക്കുമ്പോ പക്ഷെ അങ്ങനല്ലേ അപ്പൊ ഞാൻ കുക്ക് ചെയ്യുമ്പോഴാണ് അപ്പോ എനിക്ക് അങ്ങനെ ഇവിടെ വന്നപ്പോ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതൊക്കെ കൺട്രോൾ ചെയ്യും. പിന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ സ്പൈസസ് കുറച്ചപ്പോ ആ ഒരു ഇത് മാറി അല്ലേ, അങ്ങനെയല്ലേ? അതല്ലേ? ആമാ. ഒരുപാട് പേര് കമന്റ്സിൽ മലയാളത്തിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. പോലെ സൂപ്പറാണ്, കാണാൻ ക്യൂട്ടാണ്, നന്നായിട്ടുണ്ട് എന്നൊക്കെ. ഓക്കെ, അതിന്റെ കൂടെ നെഗറ്റീവ് വിടുന്നുണ്ട് കുറച്ച് പേര്. അത് പണിയില്ലാത്ത രാവിലെ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് ഞാൻ കുറച്ച് പോകാൻ അറിയില്ലല്ലേ അന്ന്. ഇന്ന് രാവിലെ എന്റെ ചേച്ചി എനിക്കൊരു ഫോൺ ഇവിടെ കാണിച്ചു കൊടുക്കാം. ട്വീറ്റ് ചെയ്താ നല്ല സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ ഒരാള് എന്റെ മോന്റെയും ക്യാപ്ഷൻ അനുമോൾ വിഭാഗം ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷൻ കാര്യങ്ങളും അത് താഴെ ഞങ്ങളെ പറ്റി ഭയങ്കര നല്ല പറഞ്ഞിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരുന്ന കവർ പിക്ക് എന്റെയും വേറൊരാളുടെ പിക്ക് എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാൻ മോന്റെ കല്യാണ ഫോട്ടോ. എന്ത് വൃത്തികളാണ് കാണിക്കുന്നത്? സോഷ്യൽ മീഡിയ എന്താ ഒരു പെൺകുട്ടിയെ വെച്ച് ഒരു ആൺകുട്ടി കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ ആശ്രയം കുശുമൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തികളാണ് കാണിക്കുന്നത്? എന്റെ ജീവിതത്തിൽ മാത്രമല്ല നിങ്ങൾ ഈ മിസ്ലീഡിങ് തമ്മിലും കൊടുക്കുന്ന ഒരു കാര്യമാണ്. അത് മിക്ക ആൾക്കാരും കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇത് ബാക്കി ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല. ഞാൻ സാധാരണ ഇങ്ങനെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഉള്ള കാര്യം പറയാമല്ലോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ആദ്യമായിട്ട് മിസ്ലീഡിങ് കൊടുക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു കൊച്ചിൻ്റെ മരണത്തിൻ്റെ സംഭവമാണ്. ഒരു മനുഷ്യരും അത് കാണുന്നില്ല. അതിന് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഓരോ വീഡിയോസ് ഇട്ടുള്ള ആരും കാണുന്നില്ല. പക്ഷെ മിസ്ലീഡിങ് കൊടുത്തപ്പോഴത്തേക്ക് ആൾക്കാർ കാണാൻ തുടങ്ങി. പിന്നെ അതങ്ങ് ശീലമാക്കി. അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. നമ്മളെന്തായാലും അത് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അനുമോടെ കേസ് കിട്ടില്ല. അനുമോടെ കേസ് കിട്ടി മാത്രം കേട്ടോ, ഉള്ളതല്ലോ പറയണമല്ലോ. അല്ല വന്നിട്ട് അവൻ കാണിച്ച് ചെറ്റത്രമാണ്, നാണം കൊണ്ടുള്ളത്. എനിക്ക് ഇങ്ങനെ ചില അവന്മാരുണ്ട്, അപ്പം കാണുന്നതിന് അപ്പാന്ന് വിളിക്കുന്ന ചില ബ്ലോഗേഴ്സുകൾ, അവന്മാർ പറയും. പക്ഷെ എൻ്റെ ഭാഗത്ത് ഞാൻ സ്ഥിരം മിസ്ലീഡിങ് ചെയ്യുന്ന ഒരാളാണ്. എന്നാലും ഭാഗ്യത്തിന് അനുമോട്ടം ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇച്ചിരി വളച്ചും വിളിച്ചുമൊക്കെ ഉള്ള രീതി എഴുതുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ, ചില കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞാൽ മനസ്സിലിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇന്നൊരു വ്യക്തിൻ്റെയാണ്. ആ വ്യക്തി ഇന്ന പോലെ ചെയ്തിട്ടുണ്ട്, വീഡിയോ പറയാൻ പറ്റാത്തയാണെങ്കിൽ ഞാനത് തമ്പി കൊടുക്കും. അപ്പോൾ ആൾക്കാർ വന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ വീഡിയോക്കകത്ത് നമ്മൾ പറയത്തില്ല, പക്ഷെ തമ്പിൽ ഇത് കൊടുക്കും. ചില ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ കാര്യങ്ങൾ തുറന്ന് പറയും. ഇത് സത്യം തന്നെയാണ്, അതങ്ങനെയാണ്, പക്ഷെ എനിക്ക് വീഡിയോ പറയാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് അങ്ങ് പറയുകയും ചെയ്യും. ഓക്കെ, ചെയ്യുന്ന ആൾക്ക് പലരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണം, സമാധാനം വേണം മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും വേറൊരാളുടെ ജീവിതത്തിൽ മോശമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കമന്റ് ചെയ്യോ, ഞാൻ പോയി അവരുടെ ജീവിതം നശിക്കാൻ ഞാൻ പോകാറില്ല. അത് നല്ലൊരു കാര്യം തന്നെ. കാരണം ബി ഇറങ്ങിയതിന് ശേഷം അനുമോളെ കാര്യങ്ങൾ നോക്കി പോവാണ്. അപ്പോഴും തന്നെ അടുത്ത പ്രോഗ്രാമിൽ ഏഷ്യാൻ്റെ തന്നെ കയറി അതിനകത്ത് റണ്ണറപ്പ് അങ്ങാണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ കാര്യങ്ങൾ പോവുക, സോഷ്യൽ മീഡിയയിൽ വളരെയായിട്ട് ആക്റ്റീവ് അല്ല. മീൻസ് ആക്റ്റീവ് അല്ലെന്ന് വെച്ചാൽ ഇതുപോലെ മീഡിയയ്ക്ക് വന്നിട്ട് അത് കൊടുക്കുക, ഇത് കൊടുക്കുക, മറ്റു കൊടുക്കുക, മറിച്ച് കൊടുക്കുക. അനീഷൊക്കെ ചെയ്ത് എന്താണ്, ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്ന രീതി, അനീഷ് പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കണ്ണ് കാണിച്ചു, അങ്ങനെ കാണിച്ചു, മറ്റേത് കാണിച്ചെന്നൊക്കെ അനീഷാണ് ഇവിടെ ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല ആൾക്കാരും നെഗറ്റീവ് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ കാര്യങ്ങൾ നോക്കി മാത്രം. ബിഗ് ബോസിൽ നിന്ന് കിട്ടിയൊരു ഫെയിം ഉണ്ട്. പിന്നെ എന്താ പറയണ്ടേ, ഇപ്പം അത്യാവശ്യം അവൾ സെറ്റിൽ ആയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും സെറ്റായിട്ട് പോകണം എന്നുള്ള ഇതേ ഉള്ളൂ. വീട്ടുകാർക്ക് ആർക്കും അച്ഛനും അമ്മയ്ക്കും ഒരു ദോഷം ഉണ്ടാക്കാത്ത രീതി പുള്ളി ആ ഒരു മൈൻഡ് സെറ്റിൽ പോകണം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കൂടെ വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചൊറിയുന്ന കുറേ എണ്ണം. നമ്മുടെ താത്ത മോളെ ഏതാ താത്തയെന്നറിയാമോ? ഷഫീന താത്ത. ഈ ഇടയ്ക്ക് പുള്ളിക്കാരി ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കുന്ന പുള്ളി എന്നിട്ട് പറയാം, അനുമോൾ ഇങ്ങനെ കാണിച്ച് ശരിയല്ല, അനുമോൾ നേരത്തെയും ഷോർട്സും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയൊക്കെ തന്നെ. അതുവരെ താത്ത എന്തുകൊണ്ടെന്നറിയോ,
ഈ ബിഗ് ബോസ് സമയത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്തത്. ഓഡിയൻസ് അനുമോക്ക് ഭയങ്കര സപ്പോർട്ട് കൊടുത്ത്. നമ്മുടെ അതുലും ഒക്കെ രാജാനനും ഒക്കെ അത്യാവശ്യം ആൾക്കാർ ഇവർക്ക് നല്ല പോസിറ്റീവായിട്ട് റിവ്യൂ കൊടുത്തത്. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അനുമോക്ക് നെഗറ്റീവായിട്ട് സംസാരിച്ച ഒരേ ഒരു വ്യക്തി. എനിക്ക് കൂടുതലും ഞാനെന്ന് പറഞ്ഞ ഒരാളാണ്, ബാക്കിയെല്ലാവരും ഭയങ്കര പോസിറ്റീവ്. അപ്പം ഞാനെനിക്ക് എന്താണ് ഇതിങ്ങനെ കൊടുക്കുന്നത്? ഇപ്പം ഞാൻ അതിലൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയക്കണം, മറിച്ച മോനെ എനിക്ക് വേറെ പണിയില്ലടാ ഇമാതിരി കാര്യങ്ങളൊക്കെ ഇത് പറയാൻ. അപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു നീ പോടാ എന്ന് പറയാം. എന്നാൽ ഞാൻ ചിലപ്പോൾ എന്നെ വിളിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഷഫീന താത്ത എൻ്റെ പൊന്നോ, പുള്ളി എന്താണ് ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീങ്ങി. ഒഴുക്കിനനുസരിച്ച് എനിക്ക് കുറച്ച് സബ് കയറ്റാൻ വേണ്ടി പുള്ളി നൈസായിട്ട് അനുമോക്ക് അങ്ങ് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലും അതിൻ്റെ ഇടയ്ക്ക് അതിലനുറക്കിട്ട് കൊട്ടുന്ന കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഓക്കെ, രസം ഇതല്ല. ഈ അടുത്ത സമയത്ത് അനുമോക്ക് വേണ്ടി അന്ന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു, അനുമോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമോ, കണ്ടന്റിന് വേണ്ടി ചെയ്തേ. ഇപ്പം എൻ്റെ ആ ഒരു കണ്ടന്റ് പോലും എടുക്കാൻ പറ്റാത്ത ഒരു മൂലയ്ക്ക് അവിടെ പോകുന്നുണ്ട്. ഇങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ട് പോലുമില്ല. ഇനി വന്നിട്ട് അനുമോളെ പൊക്കി പറയുകയാണെങ്കിൽ പല തന്തയുടെ സ്വഭാവം എന്നാണ് ഞാൻ വേണമെങ്കിൽ പറയാം. എനിക്ക് ഇതുപോലൊരു സ്ത്രീയെ ഞാൻ പച്ചയ്ക്ക് തെറി വിളിക്കാൻ എനിക്ക് ഒരു മടിയില്ലാത്തൊരു വ്യക്തിയാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി ഞാൻ ഈ കൂട്ടത്തില. ഓക്കെ, ബാക്കി കൂടെ വെക്കുക. എനിക്ക് നല്ല സന്തോഷം സമാധാനമുണ്ട് എന്നുള്ള വ്യക്തിയാണ്. പിന്നെ 2, ഇന്നിപ്പോ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറെ കമന്റ്സുകൾ കണ്ടു. എത്ര നാളത്തേക്കാണെന്നോ, എന്നാണ് ജോലി ചെയ്യാൻ പോകുന്നത്, പിന്നെ തമിഴനായതുകൊണ്ട് കാശ് കൊണ്ട് മുങ്ങിക്കളും, അങ്ങനെ കുറെ കമന്റ്സുകൾ ഞാൻ കണ്ടു. പക്ഷെ എനിക്കിതൊന്നും കണ്ടിട്ട് എനിക്ക് ഞാനത് കേൾക്കുന്നില്ല. കാരണം വെച്ചാൽ ഇങ്ങനെ ഇടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പൊ അവരെ പറഞ്ഞിട്ട് അവർ നന്നാവാനും പോകുന്നില്ല. കാരണം ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പൊ നന്നായി തുടങ്ങിയിട്ടുണ്ട് അനുമോൾ. കാരണം ഞാൻ എപ്പോഴും ഈ നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് അല്ലേ, സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്നവരാണ്, ഫ്രസ്ട്രേഷൻ കൊണ്ട് ജീവൻ മുട്ടി. ഞാനൊരു കാര്യം പറയാം, കണ്ണ് കിട്ടും, ഇങ്ങനൊന്നും വിളിച്ച് പറയുകയൊന്നും ചെയ്യരുത്. ഒന്നും ജീവിക്കാൻ പറ്റാതെ വീട്ടിലിങ്ങനെ ജോലിക്ക് പോകാണ്ട്, ജോലിയില്ല, കയ്യിൽ കാശും ഇല്ല, വെറുതെ ചൊറി കുത്തിയിരിക്കുന്ന ആൾക്കാരാണ്. സത്യം പറയാലോ, ഉള്ളത് പറയാലോ. ചില സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഇനി നമുക്കിട്ട് ഇവിടെ കുത്തുന്നതാണോന്ന് പോലും ആലോചിച്ചു പോകും. ഞങ്ങൾക്കൊക്കെ ജോലിയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ലീവ് എടുത്തതാണ്. പക്ഷെ ഒരു 1.5 ലീവായി പോയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, 1.5 ലീവാണ് ഞാൻ എടുത്തത്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. ഈ കമന്റ് ഇടുന്ന ആൾക്ക് അതുകൊണ്ട് എന്റെ പേജിൽ നിന്നല്ല, ഞാൻ അക്കൗണ്ടിൽ പോയി ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടാലും ആദ്യം വിചാരിക്കുന്ന കാര്യം, വിഷമിക്കാൻ പോകരുത്. ആദ്യം വിചാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ചൊറിയന്മാര് ഒരു പണി ഇല്ലാതിരിക്കുന്നത്. അതിപ്പോൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കാം അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അസൂയ കുശുമ്പ് ഉണ്ടാവും. അത് തന്നെയാണ്. എനിക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ കിട്ടുന്ന നമ്പർ ഉണ്ടായിരുന്നു പറയുന്നത്, ഞാൻ കണ്ട് കൊടുത്തിട്ടുണ്ട്, നല്ലത്. അപ്പൊ ഇനി ആരും എന്താ കിട്ടാലും എനിക്കത് പ്രശ്നം. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നിനും റിപ്പോർട്ട് അടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. സത്യം പറയാലോ, ഞാൻ നോക്കി നിൽക്കുന്നില്ല, ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. എനിക്ക് സഹിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും, സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ നിങ്ങളുടെ സന്തോഷം സമാധാനം അതാണ് നിങ്ങളുടെ. ഓക്കെ, ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ പോകാൻ നോക്കുക. നെഗറ്റീവ് കമന്റ്സുകളും കാര്യങ്ങളൊക്കെ വരും, അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. അത്ര എനിക്കിപ്പോൾ പറയാനുള്ളത്. നല്ല രീതിയിൽ പോവുക. എനിക്ക് തോന്നുന്നു ഇന്നത്ര മണിയായി, ഇപ്പോൾ 1 മണി 2 മണിയായി. ഇനിയിപ്പോൾ കിടന്നുറങ്ങണം. പിന്നെ എന്താ പറയണ്ട, കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് തീർക്കണം. ഓക്കെ, അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അനുമോൾ ഒന്നും പഴയ അനുമോൾ തന്നെയല്ലേ, ഒരു മാറ്റവും ഇല്ലല്ലോ. ആ അനുമോൾ ഇച്ചിരി ഓവറാണ്, ജാട എന്നൊക്കെ പറയുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം ഇത് പണ്ടത്തെ അനുമോൾ തന്നെ, ഒരു മാറ്റവും ഇല്ല. ഞാൻ ആദ്യമൊക്കെ കണ്ടപ്പോൾ ഇച്ചിരി ഓവർ ചളിയൊക്കെയാണെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഓർണമെന്റ്സിന്റെ കാര്യം. പുള്ളി അത് സേവ് ചെയ്ത് വെക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അത് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജീവിക്കാൻ പഠിച്ചതാണ്. ആ വീട്ടിലെ കടങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മേടിച്ച് ഇപ്പം 2-3 കാറ്, അന്നൊരു ഒരു കാറിൻ്റെ EMI അടച്ചു പോകാൻ പെട്ട പാട് പുള്ളി പറയുന്നുണ്ടായിരുന്നു. വീടിൻ്റെ ആണെങ്കിലും എല്ലാം ആണെങ്കിലും പോലും. പിന്നെന്താ, ഫാമിലി, ഇപ്പം ചേച്ചി ആണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒറ്റ മൈൻഡ്. ചില കുടുംബത്തിലാണെങ്കിൽ ആങ്ങളെയും പെങ്ങളും ഒക്കെ കാണും, അല്ലെങ്കിൽ പെങ്ങളും ഒക്കെ കാണും, ചേച്ചി അനീതിമാരൊക്കെ കാണുകയൊക്കെ ചെയ്യും. കെട്ട് കഴിഞ്ഞ് പറയുമ്പോൾ അവരവരുടെ ജീവിതം, ഇവരുടെ ജീവിതം, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ആ ഒരു സഹായം ചെയ്യുന്ന പറയുമ്പോൾ നീ കുറച്ച് ഷെയർ ഇട്, ഞാനാ ഷെയർ ഇട്, മറ്റേ ഷെയർ ഇട്, മറിച്ച് ഷെയർ ഇട്, അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളി ഈ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, എൻ്റെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും തുല്യം എന്നുള്ള രീതിയിലാണ് അനുമോളുടെ മൈൻഡ് സെറ്റ്. ആ ഒരു മൈൻഡ് സെറ്റുള്ള ഒരു പയ്യൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, മറ്റാരുമല്ല ഞാൻ തന്നെ. അപ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു വ്യക്തിയാണ്. പണ്ടങ്ങനെ തോന്നിയ പോലെ അപ്പോൾ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലൊക്കെ സെറ്റാവണം, അത് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം, അത്യാവശ്യം പൈസ ഉള്ള ഒരു സമയത്ത്. പക്ഷേ എന്താ പറയണ്ടേ, പെട്ടെന്നൊരു ഡൗൺ ആവുന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഫാമിലി എവിടെ നിന്ന് താന്നോട്ട് പോയോ അവിടെ കൊണ്ടെത്തിക്കുക, അത് നമ്മൾ ചെയ്യണം. അല്ലെ, ദുൽഖറിൻ്റെയും മുകേഷിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഞാൻ മറന്നുപോയ പേര്. ആ ഒരു അവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം.
സത്യം പറഞ്ഞാൽ എൻ്റെ ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചേർത്ത് സംസാരിക്കുന്നത്. ചിലപ്പോൾ ഇതൊരു ഇരുന്നുകൊണ്ടുള്ളൊരു ഫാമിലി വ്ളോഗായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, പല കേസുകളിലാണെങ്കിലും പോലും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് എപ്പോഴും പറയും, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ താൻ എൻ്റെ വീഡിയോയിൽ ഇതായിട്ട് സംസാരിക്കരുത്. ഇതിപ്പോൾ കേൾക്കുമ്പോൾ എന്നെ വന്നെന്നെ ഏറെ കേട്ടുമെന്ന് അറിയില്ല. എന്നാലും ഞാനങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എനിക്കും ഉണ്ടൊരു നല്ലൊരു കൂട്ടുകാരി, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും, സംസാരിക്കും, എപ്പോഴും എന്നെ വഴക്ക് പറയും. പുള്ളി വഴക്ക് പറയുമ്പോൾ ഒന്നും പറയാനും തോന്നത്തില്ല, എന്താണെന്നറിയത്തില്ല. അതുപോലെ തന്നെ ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യും. ആ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ കമൻറ്റൊക്കെ ഇടും, രസമല്ലേ? ഓക്കെ, അപ്പോൾ ബൈ, ലവ് യു ഗൈസ്. ഞാൻ പോയി ഇനി കിടക്കട്ടെ. കിടന്നാൽ ഇനി രാവിലെ കറക്റ്റായിട്ട് എണ്ണിക്കാൻ പറ്റും. 6 മണിയാകുമ്പോൾ അമ്മയെ കൊണ്ടുവിടാൻ പോകണം. ബൈ, ലവ് യു ഗൈസ്. പിന്നെ ഓണമാണ്, അടിച്ച് പൊളിച്ച് സെറ്റായിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.